ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇനി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് നമ്മുടെ മുമ്പിൽ 8 മാസം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. സംഘടനയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടമാണ്. സാധാരണ ജനങ്ങളൊക്കെ ഇപ്പോ ഈ ഗവൺമെന്റിന്റെ, ഈ ഗ്രാമപഞ്ചായത്തിന്റെ ഒക്കെ ജനവിരുദ്ധ നയങ്ങൾ മൂലം കോൺഗ്രസ് ജയിക്കണം എന്ന് നാട്ടിലെ സാധാരണ ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷെ ജയിക്കണം എന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞതുകൊണ്ട് മാത്രമായാലും നമ്മൾ നന്നായിട്ട് പ്രവർത്തിക്കണം. മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് ഇന്ന് നമുക്കറിയാം, നമ്മുടെ നാടിന് സ്വാതന്ത്ര്യം നേടിത്തന്ന് ഈ നാടിനെ വളർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ച, അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുത്ത മഹാത്മാഗാന്ധി, ആ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടാണ് എല്ലാ കാലഘട്ടത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് രാജ്യം ഭരിക്കുന്നത് ഗാന്ധിയുടെ ഘാതകരാണ്. അവര് ചരിത്രത്തെ തമസ്കരിക്കാൻ, ഗാന്ധിയുടെ ആശയങ്ങളെ തമസ്കരിക്കാൻ, ഗാന്ധിയുടെ സ്മരണകളെ പോലും ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരു മതനിരപേക്ഷ രാജ്യത്തെ, ഒരു മതേതര രാജ്യത്തെ ഇന്ന് മതങ്ങളുടെ പേരിൽ തമ്മിൽ തല്ലിക്കാനും അതിന്റെ പേരിൽ നേട്ടങ്ങൾ കൊയ്യാനുമാണ് ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ തലത്തിൽ തന്നെയാണ് കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ എന്നുള്ള പോലെയാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റും അതുപോലെ തന്നെ പിണറായി വിജയന്റെ ഗവൺമെന്റും ഒക്കെ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ ഈ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ശക്തമായ അടിത്തറയുള്ള ഒരു പ്രദേശമാണ്. കോൺഗ്രസ് ഇവിടെ പഞ്ചായത്ത് ഭരിച്ചിരുന്നപ്പോ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും വികസനം വന്നിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന കാലഘട്ടത്തിലാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഇന്നത്തെ ഒരു സാഹചര്യം നമുക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാ സാധാരണക്കാരനും, ഇവിടെ ഇരിക്കുന്ന വീട്ടമ്മമാരും ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതുപോലെ വിലക്കയറ്റം ഉണ്ടായ ഒരു കാലഘട്ടം കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇടപെടാത്ത ഒരു ഗവൺമെന്റാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഉപ്പ് മുതൽ അരിയുടെ വില എത്രയാണ്, പഞ്ചസാരയുടെ വില എത്രയാണ്, നിത്യോപയോഗ സാധനങ്ങളുടെ വില മുഴുവൻ വർദ്ധിച്ചിട്ടും നമ്മള് സബ്സിഡി സാധനങ്ങൾ, അല്ലെങ്കിൽ സപ്ലൈക്ക് വില വർദ്ധിപ്പിക്കില്ല എന്ന് ജനങ്ങൾക്ക് വാഗ്ദാനം നൽകി അധികാരത്തിൽ വന്ന ഒരു ഗവൺമെന്റ് ഇന്ന് കേരളം ഭരിക്കുമ്പോൾ ആ സപ്ലൈക്ക് സാധനങ്ങളുടെ മുഴുവൻ വില വർദ്ധിച്ചു എന്ന് മാത്രമല്ല, ഒരു സബ്സിഡി ഉൽപ്പന്നങ്ങളും സപ്ലൈക്ക് പോയാൽ കിട്ടാൻ സാഹചര്യമില്ല. മാവേലി സ്റ്റോറിൽ പോയാൽ ഒരു സാധനങ്ങളില്ല. ഹോർട്ടികോർപ്പിന്റെ ഷോപ്പിൽ പോയാൽ ഒരു സാധനങ്ങളും നമുക്ക് ലഭിക്കുന്ന സാഹചര്യമില്ല. ഒന്നിനും വേണ്ട റേഷൻ കടയിൽ പോയ അരി പോലും കിട്ടാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത്. അപ്പോൾ ഇതുപോലെ പൊതുവിതരണ സമ്പ്രദായം തകർന്ന ഒരു കാലഘട്ടം കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. തൊഴിലില്ലായ്മ കൊണ്ട് നമ്മുടെ നാട്ടിലെ യുവജനങ്ങൾ മുഴുവൻ രാജ്യം വിട്ടു പോകുന്ന ഒരു കാലഘട്ടം, മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പിൻവാതിൽ നിയമനം മാത്രമാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തും ഡിവൈഎഫ്ഐക്കാരെയും SFIക്കാരെയും അല്ലെങ്കിൽ CPMന്റെ അനുഭാവികളെ മാത്രം കുത്തിനിറച്ചുകൊണ്ട് PSCയെ നോക്കുകുത്തിയാക്കിക്കൊണ്ടുള്ള ഒരു കാലഘട്ടം, നിയമന നിരോധനം നടപ്പിലാക്കിയ ഒരു കാലഘട്ടം കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ യുവജനങ്ങൾക്ക് രക്ഷയില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. വിദ്യാഭ്യാസ മേഖല തകർന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞാൽ എന്ത് വിലയുണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ MG യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒക്കെ ഒരു വലിയ വിലയും മാന്യതയും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. പക്ഷെ ഇന്ന് പരീക്ഷ എഴുതാത്ത ആളുകളാണ്
ഇന്ന് സർട്ടിഫിക്കറ്റ് കാശ് കൊടുത്താൽ കിട്ടുന്നൊരു സ്ഥിതിയാണ്. SFI നേതാക്കന്മാർ കൊടുത്താൽ കിട്ടുന്നൊരു സ്ഥിതിയാണ്. കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് കേരളത്തിലെ സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരില്ലാത്തൊരു സ്ഥിതിയാണ്. അവിടെ ഗവർണറും മന്ത്രിമാരും തമ്മിലുള്ള തർക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികള് കോളേജിൽ പോയുള്ള സ്ഥിതി എന്താ? ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ, കിരാതമായ SFIയുടെ വാഴ്ചയാണ് കേരളത്തിലെ ക്യാമ്പസുകൾ. ഇപ്പോ കോട്ടയം നഴ്സിംഗ് കോളേജിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം മനസാക്ഷിയുള്ള ആളുകളുടെ മുഴുവൻ കരളലിയിപ്പിക്കുന്ന കാഴ്ചയാണ്. കാരണം കോമ്പസ് കൊണ്ട് ഒരു വിദ്യാർത്ഥിയുടെ ശരീരം മുഴുവൻ കുത്തി കീറി മൂത്രം കുടിപ്പിച്ച് അല്ലെങ്കിൽ കിരാതമായ രീതിയിൽ ആ കുട്ടികളെ, സിദ്ധാർത്ഥനെ പോലെയുള്ള കുട്ടികൾ മരണപ്പെടുന്ന ഒരു സാഹചര്യം. കിരാത ഭരണമാണ്. ഇപ്പൊ നമ്മുടെ ഇവിടെ ഒരു സർവകലാശാല, KSU നേതൃത്വം കൊടുത്ത സർവകലാശാല യൂണിയന്റെ യൂണിവേഴ്സിറ്റി നടന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ കലാപ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല മുഴുവൻ തകർന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോവുക. ക്രമസമാധാനം തകർന്ന ഒരു കാലഘട്ടം. ഏത് മേഖല എടുത്തു നോക്കിയാലും ഗുണ്ടാരാജാണ് ഇപ്പൊ നടക്കുന്നത്. ഇപ്പോ ഗുണ്ടകളാണ് നമ്മുടെ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ജയിലുകളുടെ അവസ്ഥ, കിർമാണി മനോജും കൊടി സുരേഷും ഒക്കെ, കൊടിസുനിയും ഒക്കെ ഇന്ന് അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ 365 ദിവസവും പരോളാണ് ഈ കൊലപാതകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവര് ഇന്ന് സ്വർണ്ണക്കടത്തും അതുപോലെയുള്ള മദ്യ അല്ലെങ്കിൽ മയക്കുമരുന്ന് മാഫിയക്കൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഉള്ള ഒരു ഗുണ്ടാരാജ് നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുക. ഒരു വശത്ത് ഇത്തരത്തിൽ നമ്മുടെ നാട് തകർന്നുകൊണ്ടിരിക്കുക. 4,25,000 കോടി രൂപയാണ്, 4,20,000